ബംഗാളിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിരീക്ഷകരായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ വിന്യസിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഹർജി. തൃണമൂൽ കോൺഗ്രസാണ് ഹർജി നൽകിയത്. ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, എന്താണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? പശ്ചിമ ബംഗാളിൽ തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണൽ സമയത്ത് അവിടെ നിരീക്ഷകരായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ മാത്രം നിയമിക്കുവാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ പൂർണ്ണമായും ഈ വോട്ടെണ്ണൽ നിരീക്ഷണ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരമുള്ള വ്യവസ്ഥകൾക്ക് ലംഘനമാണെന്നും അതുപോലെ തന്നെ ഈ വോട്ടെണ്ണൽ ക്രമക്കേട് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വിന്യാസമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നൊരു ആവശ്യവും തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ശനിയാഴ്ചയാണെങ്കിൽ കൂടിയും, അതായത് സാധാരണ കോടതി പ്രവർത്തിക്കുന്ന സമയമല്ല, എന്നിരുന്നാൽ കൂടിയും ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നാളെ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജോയ്മാല ബാഗ്ചിയും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകുന്നു. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ നിരീക്ഷകരായി നിയമിക്കുന്നതിനെതിരെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ